സായാഹ്നം നേരുകയാണ്. നല്ല സായാഹ്നം എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കാലമാണ്. ഇപ്പം തന്നെ കുറേ ആൾക്കാർ ചത്ത് വെന്ത് വെണ്ണീറായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ മാത്രം സുഖമായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ലോകത്തിലെല്ലാവർക്കും സുഖം ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് സുഖം ഉണ്ടാവുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് മാത്രം സുഖം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് എല്ലാ പ്രതിസന്ധികളും ആരംഭിക്കുന്നത്. എനിക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാവർക്കും സുഖം കിട്ടണം. വേൾഡ് കിഡ്നി ഡേ ആണ് നാളെ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരുടെയും ദിവസമാണ്. കാരണം എല്ലാവർക്കും കിഡ്നി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും ദിവസമാണ് വേൾഡ് കിഡ്നി ഡേ. ആൾക്കാരായിരിക്കും കിഡ്നി രോഗികളുടെ ദിവസമാണ് കിഡ്നി ഡേ. അല്ല, കിഡ്നി ഉള്ള ആൾക്കാരുടെ ഒക്കെ ദിവസമാണ് വേൾഡ് കിഡ്നി ഡേ. ഒരു അവസരത്തിൽ വേൾഡ് കിഡ്നി ഡേ എന്ന് അവരിങ്ങനെ ഓരോ ഇൻ്റർനാഷണലി ഓരോ മോട്ടോ കൊടുക്കും. ലവ് യുവർ കിഡ്നി എന്നാണ് പറഞ്ഞത്. നിന്റെ കിഡ്നിയെ നീ സ്നേഹിക്കുക. ലവ് യുവർ ഹാർട്ട് എന്നൊക്കെ ഹാർട്ടിൻ്റെ ദിവസമൊക്കെ പറയും. അതുപോലെ ഇന്ന് ഒരു പ്രത്യേക ദിവസം കൂടിയായിട്ട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റല് ഇന്ന് ആചരിക്കുകയാണ്. സന്തോഷത്തോടു കൂടെ അവർ ഓർക്കുകയാണ്. 1000 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി. എല്ലാവിധ അഭിനന്ദനങ്ങളും അതിന് നേതൃത്വം കൊടുത്ത് നേരുകയാണ്. 1000 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലൂടെ എത്ര ലക്ഷം പേരുടെ ഹൃദയങ്ങളിലേക്കാണ് മരിച്ചു പോകുമെന്ന് കരുതിയ മനുഷ്യനെ ഇല്ലടാ നീ മരിക്കില്ലടാ, ഇനിയും ജീവിക്കാനുണ്ട് എന്ന് പറഞ്ഞതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ മൂത്രത്തിൻ്റെ ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണ നടപ്പ് ഇവിടെ ഇരിക്കണ വല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഓർക്കുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾ തുള്ളിച്ചാടി ജീവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ജീവിതം തളർന്നു പോകുമ്പോൾ നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ വരുന്ന മനുഷ്യന്റെ പേരാണ് ദൈവം. ഇപ്പോ കിഡ്നി സ്വീകരിച്ച ആൾക്കാർ എത്ര പേരുണ്ട് ഒന്ന് കൈവന്തിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരാണ് അധികം. യെസ്, കിഡ്നി നിങ്ങൾക്ക് തന്ന ആൾക്കാർ ഇവരിലൂടെ വന്നിട്ടുണ്ടോ? അവരൊന്ന് കൈവന്തിച്ച്. യെസ്, വെരി ഗുഡ്. പണ്ട് കാലത്ത് ഈ പണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. ഈ നോട്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ചക്ക നിനക്ക് തരുമ്പോ മാങ്ങ എനിക്ക് തരിക, കുമ്പളങ്ങ നിനക്ക് തരുമ്പോ മത്തങ്ങ എനിക്ക് തരിക. കാശ് വേണ്ട, കാശുമലാണ് കളി. ഈ പണം എന്നീ ലോകത്ത് വന്നോ അന്ന് തുടങ്ങി കൊലപാതകം. ഇപ്പം പത്രം എടുത്ത് വായിച്ചു നോക്കിയാൻ, സ്വത്തിനു വേണ്ടി സഹോദരനെ കൊന്നു. അപ്പോൾ നിങ്ങൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് പണത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടിയും മറ്റുള്ളവരെ കൊല്ലുമ്പോൾ, ഇവിടെ അപരന്റെ സുഖത്തിന് വേണ്ടി സ്വയം ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്ന മനുഷ്യര്, അത് ഈ ലോകത്തിലെ ഒരു ജീവിക്ക് മാത്രമേ പറ്റുള്ളൂ. ആ ജീവിയാണ് മനുഷ്യൻ. ഒരു പട്ടിയും മറ്റേ പട്ടിക്ക് കിഡ്നി കൊടുത്ത ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പട്ടിയല്ലേ കിഡ്നി കൊടുക്കണേ? ഒരു പോത്തും കൊടുക്കില്ല, ഈ ലോകത്തിലെ ഒരു മൃഗങ്ങളും കൊടുക്കില്ല. കൊടുക്കാൻ പറ്റണ ഒരാളുള്ള അതാണ് മനുഷ്യൻ. പക്ഷെ അവ അധികമൊന്നും കൊടുക്കില്ല. 2 തരം ആൾക്കാരാണ് ഈ ലോകത്തുള്ളത്. എടുക്കണ ആൾക്കാരും കൊടുക്കണ ആൾക്കാരും. നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുക്കണ ആൾക്കാരാണോ എടുക്കണ ആൾക്കാരാണോ? മറ്റുള്ളവരൊക്കെ എടുക്കാനാണ് നമുക്കിഷ്ടം. ഞാൻ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു ദിവസം കുർബാന കഴിഞ്ഞിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞു, എന്താ? ഞാൻ പള്ളിയിലേക്ക് വരുമ്പോൾ റോട്ടിൽ കൂടെ വരുമ്പോൾ റോട്ടിലൊരു തേങ്ങ കിടക്കണ അച്ചോ. അതും ഇവിടെ ലോലപ്പന്റെ തെങ്ങുമെന്ന് വീണെന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഞാൻ ആലോചിച്ചു, അന്യൻ്റെ മുതല് ആഗ്രഹിക്കരുത്, എടുക്കരുത്. പള്ളിക്കാ പോണത് വെറുതെ ഓരോ പാപം ചെയ്തിട്ട് പോകണം വേണ്ടാന്ന് വെച്ചാൽ 2-3 സ്റ്റെപ്പ് വെച്ചു അച്ചോ. അപ്പം എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു, എന്ത് ഞാൻ എടുക്കാണ്ട് പോയോണ്ടൊന്നും കാര്യമില്ല. എൻ്റെ പിന്നാലെ വരുന്നത് അന്തോണിയാണ്. അവ എന്തായാലും എടുക്കും, മുതലാളിക്ക് അത് കിട്ടാൻ പോണില്ല. അപ്പം ഞാൻ തന്നെ എടുക്കല്ലേ നല്ലത്. അപ്പം ഞാനത് എടുത്ത് എൻ്റെ പറമ്പിൽ കിട്ടുവച്ചാ. ഇതാണ് എടുക്കണോര്. എവിടുന്ന് എന്തെങ്കിലും എടുക്കുക എന്നുള്ള സ്വഭാവമാണ് എടുക്കണോര്. മറ്റേ ആൾക്കാർ കൊടുക്കണോരാണ്. ഇനി ഇവർ രണ്ടുപേരുടെയും അവസ്ഥ ഒന്ന് പറയാം. ഈ എടുക്കണ ആൾക്കാർക്ക് ഉണ്ടല്ലോ, എടുക്കണ ആൾക്കാർക്ക് നന്നായിട്ട് ഉറങ്ങാം എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. എടുക്കണ ആൾക്കാർക്ക് നന്നായിട്ട് ഉണ്ണാം, അത് പറ്റും. എടുക്കണ ആൾക്കാർക്ക് നന്നായിട്ട് ഉണ്ണാം. അവനെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കി ഉണ്ണാം, ഇവനെ പറ്റിച്ച് കാശുണ്ടാക്കി ഉണ്ണാം. പക്ഷേ കൊടുക്കണ ആൾക്കാർക്കാണ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുക. അപ്പോ നിങ്ങൾക്ക് ഉറങ്ങണോ ഉണ്ണണോ? നിങ്ങൾക്ക് ഉറങ്ങണോ ഉണ്ണണോ? ഉണ്ണണെന്ന് എത്ര മനുഷ്യരെ ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങാണ്ട് പറ്റാണ്ട് കിടന്ന് ഉരുളണേന്നറിയാ. ഈ കേരളത്തിൽ കുറെ ആൾക്കാർ ഉണ്ടിട്ട് കിടന്ന് ഉരുള. എന്തേ ഉറക്കില്ലച്ചോ? ഉണ്ടില്ലെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റണം. നമ്മൾ വിചാരിക്കും ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്താ കാര്യം. ഡോക്ടറിനോട് ചോദിച്ചു നോക്ക്. ഈ ലോകത്തിലുണ്ടല്ല ഒരു ചോദ്യം SLC പരീക്ഷയ്ക്ക് വന്നു, ഉറക്കമില്ലാത്ത ജീവിയുടെ പേര് പറയുക. എന്താ എഴുത കുട്ടികള്? ഉറക്കമില്ലാത്ത ജീവി ഏതാ? മനുഷ്യൻ. ബാക്കി എല്ലാ ജീവിയും കിടന്നുറങ്ങും, ഇവ ഉറങ്ങില്ല. ഇവെങ്ങനെ നോട്ടെണ്ണിക്കൊണ്ടിരിക്കുക രാത്രിയിൽ, കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക രാത്രിയിൽ. എന്റെ കാശുണ്ടാക്കണ്ടെന്ന് മനുഷ്യൻ കിടന്നുറങ്ങി എങ്ങനെ കാശുണ്ടാവുക? ഉറക്കില്ലാത്ത ഏക ജീവി മനുഷ്യ. ഉറങ്ങണില്ല. ഇപ്പൊ ഉറങ്ങാണ്ട് ഇരുന്നിരുന്ന എന്തോരാ സുഖ വരണേ ഉറങ്ങാണ്ടിരുന്നിട്ട്. അപ്പൊ എടുക്കണവരുണ്ട്, കൊടുക്കണവരുണ്ട്. ഈ വേൾഡ് കിഡ്നി ഡേയുടെ അന്ന് നിങ്ങൾ ഓർക്കണം, ഞാൻ കൊടുക്കണോനാണോ എടുക്കണോനാണോ? കിഡ്നിയുടെ കാര്യം മാത്രം ആലോചിച്ചിരിക്കണ്ട കേട്ടോ. എന്തെങ്കിലും സാധനം എടുക്കണോനാണോ കൊടുക്കണോനാണോ എന്ന് ആലോചിക്കണം. അത് പറഞ്ഞപ്പോ ഒരു 3 കൂട്ടുകാരന്മാരൊരു കഥ പറയാം. 3 കൂട്ടുകാരന്മാര് അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒരു നിധി കളഞ്ഞു കിട്ടി. ഒരു കുടം നിറച്ച് സ്വർണ്ണ നാണയങ്ങളാണ്. അവർ 3 പേരും കൂടെ അത് വീതം വെച്ചു. 3 പേർക്കും സമമായിട്ട്. ഭക്തരാണ് അവര്. അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്നതല്ലേ, അതെ ദൈവത്തിന് കൊടുക്കണ്ടേ, വേണം. അതുകൊണ്ട് അവൻ നിലത്തൊരു വട്ടം വരച്ചു, ഒരു ചെറിയ വട്ടം വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ എൻ്റെ സ്വർണ്ണ നാണയങ്ങളൊക്കെ ഞാൻ മുകളിൽ കയറിയും ആ വട്ടത്തിൽ വീഴുന്നതൊക്കെ ദൈവത്തിന്, പുറത്ത് വീണതൊക്കെ എനിക്ക്. ഇപ്പൊ രണ്ടാമത്തെ ആള് അതിനേക്കാൾ ഭക്തിയുള്ള ആളാണ്. വലിയൊരു വട്ടം വരച്ച്, അവൻ ചെറുതല്ല വരച്ച്, വലിയ വട്ടം വരച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്വർണ്ണനാളയെ മുകളിൽ കയറിയും ആ വലിയ വട്ടത്തിനുള്ളിൽ വീണതെല്ലാം ദൈവത്തിന്, ബാക്കിയുള്ളത് എനിക്ക് മതി. അപ്പൊ ആരാ ഭക്തൻ ആലോചിക്കണം നിങ്ങൾ. ഇതിനെ എടുക്കണവനും കൊടുക്കണവൻ്റെ കഥയിൽ പറഞ്ഞേ. 3ാമത്തെ ആളെ പറഞ്ഞു, നിങ്ങൾ വട്ടം വരച്ച് കളിച്ചോ, ഞാൻ വട്ടം പോലും വരയ്ക്കില്ല. എല്ലാ സ്വർണ്ണനാണയങ്ങളും ഞാൻ മുകളിൽ കയറിയും താഴെ വീഴുന്നത് മാത്രം ഞാൻ എടുക്കും. നല്ല ബുദ്ധി വേണം.
ഈ ആൾക്കാർക്ക് ഭക്തി മാത്രമുള്ളൂ, പക്ഷേ ബുദ്ധി വേണം. ബുദ്ധി ഇന്ന് നല്ല ബുദ്ധിമാന്മാരാണ് ഈ ലോകത്തുള്ളവർ. എടുക്കാനുള്ള എല്ലാ പണി അവനറിയാം. അപ്പൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാനുള്ള വഴി അറിയാം. ഞാൻ ആലോചിക്കാണ്ട്, ഞാനിപ്പോൾ ഇന്ന് പോയൊരു വീട്ടിൽ നിന്ന് വരികയാണ്. ഞാൻ വീട്ടിൽ ഒരു രോഗിനെ കണ്ടിട്ട് ഞാൻ വരിക. അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊരു രോഗിനെ കാണാൻ പോയിട്ട് വരിക. ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഈ സ്ഥലവും സ്വത്തൊക്കെ ഉണ്ടല്ലോ, ഒരാൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി അവരാശ്വാസം ഉണ്ടോ? ഒരെണ്ണം കൊണ്ടുപോയില്ല. ലോനപ്പേട്ടൻ്റെ ചവടപ്പിനും കണ്ടു, ഒരു സാധനം അവൻ കൊണ്ടുപോകണില്ല. അന്തോണിയുടെ ചവടപ്പിനും കണ്ടു, ഒന്നും കൊണ്ടുപോകണില്ല. ഇതെന്തിനാ പിന്നെ ഇങ്ങനെ ഇവിടെ വെറുതെ ഉത്തരപത്രത്തിൽ എഴുതി വെക്കുക, ഈ 10 ഏക്കർ സ്ഥലം അന്തോണിയുടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ വെട്ടിയിട്ട് ഓ നോ 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 നോ, ഈ 10 ഏക്കർ സ്ഥലം തോമാസിൻ്റെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നോ 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 നോ, ഈ 10 ഏക്കർ. വെറുതെ ഒരു മുദ്രപത്രത്തിൽ എഴുതി വെക്കാന്നല്ലാണ്ട് ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയാലെങ്കിലും ഒരു ആശ്വാസം ഉണ്ട്. ഒരെണ്ണ കൊണ്ടുപോയില്ല, ഒക്കെ ഇട്ടിട്ട് പോവുക. അപ്പൊ എടുക്കണോനാണോ കൊടുക്കണോനാണ്? ഇവിടെ അത് തന്നെയല്ലേ നടക്കണേ. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ എടുക്കണോനും കൊടുക്കണോനാണല്ലോ ഈ ട്രാൻസ്പ്ലാന്റേഷൻ. അത് മാത്രല്ല, കുടുംബം അങ്ങനെയാണ്, പരസ്പരം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുക. എടുക്കാനല്ല. അമ്മായിമ്മയുടെ സ്വത്ത് എങ്ങനെ അടിച്ചു മാറ്റാം, ഭാര്യയുടെ സ്വത്ത് എങ്ങനെ അടിച്ചു മാറ്റാം. എന്തുട്ട സ്വഭാവം! അടിച്ചു മാറ്റിയിട്ടെല്ലാം കൊണ്ടോടാ. അത് കൊണ്ടുപോയില്ലേ, അവിടെ ഇട്ടിട്ട് പോകും. നീ എടുക്കണതാണ്, നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നോക്ക്, കൊണ്ടുപോകാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ഈ ജീവിതത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ഫാദറാണോ, ഡോക്ടറാണോ, എൻജിനീയറാണോ, ഇതൊക്കെ വെറുതെ പറയണതാട്ടാ. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. കോവിഡ് വന്നപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. കോവിഡ് വരുമ്പോൾ അയ്യോ അച്ഛനാണോ? അതെ, ഞാനില്ല കേട്ടോ. എന്നിട്ട് കോവിഡ് പോവോ? കേറി അങ്ങോട്ട് ഭരിക്കണ്, മക്കട്ട് കയറിയിട്ട്. എത്ര അച്ഛന്മാരാ ഞങ്ങളുടെ മരിച്ചു പോയെന്നറിയാം, എത്ര ഡോക്ടർമാരാ മരിച്ചു പോയി. അന്നൊരു വ്യത്യാസം കാണിച്ചൂടെ? ഈ കോവിഡിന് ബോധമില്ലാണ്ട് അങ്ങോട്ട് കയറി വരണേ ആരാന്നറിയോ? ഇവരൊക്കെ ബോധമില്ലാത്താണ് രോഗം. രോഗത്തിനൊരു ബോധമില്ല. കിഡ്നി രോഗം, ക്യാൻസറിനൊന്നും ബോധമില്ലാത്ത സാധനം. ആരാന്ന് നോക്കിയിട്ട് വേണ്ടേ ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? ആർക്ക്? അല്ല, വലിയ സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. ഏത് സ്ഥാനം? കോവിഡ് വന്നിട്ട് ഏത് ചങ്കില് പിടിക്കുമ്പോഴേ. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം കൊടുത്തു അതേ ബാക്കി ഉണ്ടാവുള്ളൂ. കിട്ടണതൊക്കെ നിങ്ങൾക്ക് കഷ്ട, കൊടുക്കണതൊക്കെ ലാഭ. നിങ്ങൾക്ക് കിട്ടും തോറും നിങ്ങൾ വിചാരിക്കണേ നിങ്ങൾക്ക് സന്തോഷമാവുന്ന വേണ്ട. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ അടുത്ത് വരുന്ന ഓണം ബമ്പർ നിങ്ങൾക്ക് അടിച്ചു വെക്കുക, ഒരു 10 കോടി. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ? എന്താ അഭിപ്രായം? സന്തോഷാവോ? ആ പൊന്നെ മോനെ, അന്ന് രാത്രി നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്തേ? 10 കോടിയൊക്കെ അടിച്ചത് നിന്റെ അവസ്ഥ എന്താ? ഫോൺ നിലത്ത് വയ്ക്കാൻ പറ്റുമോ? ഓ വലിപ്പാ കേട്ടോ, എന്താ അറിഞ്ഞു വരുന്നുണ്ട് ഞാൻ. എന്റെ ദൈവമേ, ആ പഠിത്ത ആള് വിളിച്ചു. ഈ ഫോൺ നിലത്ത് വയ്ക്കാൻ പറ്റില്ല. വിളിയോണ്ട് വിളി. ഉറങ്ങാൻ പറ്റുമോ? അപ്പോഴേക്കും വന്നു ഭാര്യ, വീട്ടുകാര്. നമുക്ക് ആ സ്ഥലം വാങ്ങിക്കണട്ടാ. അല്ല, നിങ്ങളൊന്ന് നമ്മൾ കിടന്നുറങ്ങട്ടെ. 12 മണി 1 മണിക്കൊക്കെയാണ് വിളി. അറിഞ്ഞൂട്ടാ. ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കിട്ടണതൊക്കെ നമുക്ക് ഭാരാണ്, കൊടുക്കണതൊക്കെ ലാഭാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ ആലോചിച്ചോ, കിട്ടണതൊക്കെ നമുക്ക് കഷ്ടമാണ്, കൊടുക്കണതോ ലാഭമാണ്. വേൾഡ് കിഡ്നിയുടെ എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. എന്ത് കിട്ടിയോ ആ കിട്ടിയത് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമാവും. നിങ്ങൾക്ക് ലോട്ടറി കിട്ടിയ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ ലോട്ടറി കിട്ടിയ ആൾക്കാരെ ഒന്ന് വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കിക്കോ. ഞാൻ UK പോയപ്പോൾ ഒരാൾക്കവിടെ, ഒരു നൈജീരിയക്കാരനാ, എത്രയോ കോടാനുകോടി രൂപയുടെ ഒരു ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പൊ അയാൾ ആത്മഹത്യ ചെയ്തു. എന്തേ? ഇയാൾക്ക് കാശ് അങ്ങോട്ട് കിട്ടിയപ്പോണ്ടല്ല, ബോധം അങ്ങോട്ട് പോയി. പിന്നെ അയാൾ വാങ്ങിക്കുന്നത്, നമ്മൾക്ക് കാറൊക്കെ വാങ്ങിക്കില്ലേ, അതുപോലെ കണ്ടമാനം കാശായപ്പോ ഒരു പ്ലെയിൻ അങ്ങോട്ട് വാങ്ങിച്ചു. എന്തിനാ? എനിക്ക് പോകാനായിട്ട് പ്ലെയിൻ. എന്തിനാ പ്ലെയിൻ? കാശുണ്ടല്ലോ, ഒരു പ്ലെയിൻ. ഇങ്ങനെ അങ്ങോട്ട് ദൂർത്തടിച്ച് അയാൾ വലിയ കടബാധ്യതയിലായി. കടം വീട്ടാൻ പറ്റാണ്ട് അയാൾ തൂങ്ങിച്ചത്തു.
ഇപ്പം നിങ്ങൾക്ക് ലോട്ടറി അടിക്കാത്തതിൻ്റെ ഒരു സന്തോഷമില്ലേ ഇപ്പോൾ? ഇല്ലേ? മാസ്ക് വെച്ച കാരണം എനിക്ക് കാണാൻ പറ്റണില്ല സന്തോഷം. ഉണ്ടാവും. ലോട്ടറി അടിക്കാൻ ഞാൻ നന്നായി വെച്ചോ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ കിട്ടണത് കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുള്ളോ? മനസ്സിലാവേണ്ടിയിരിക്കുന്നുണ്ട് ചില ആൾക്കാർ. നിങ്ങൾക്ക് കിട്ടിയില്ലേ? എന്ത് കിഡ്നിയല്ല, എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം? എനിക്കൊരു ചെറുക്കനെ കിട്ടണം, എനിക്കൊരു പെണ്ണിനെ കിട്ടണം. കിട്ടിയില്ലേ? എന്തായിരുന്നു അന്നത്തെ ഒരു ആഹ്ലാദം? എൻ്റെ കല്യാണം, എൻ്റെ കിട്ടണം. ഇപ്പം എങ്ങനെയുണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട്? ഇപ്പം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ സങ്കടമാണോ? ആലോചിച്ച് നോക്കിയാൽ. അതാ ഞാൻ പറഞ്ഞത്, കിട്ടും തോറും സങ്കടം കൂടുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം, വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞേ. അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമുക്ക് സന്തോഷം. ഈ അപ്പന്മാരുണ്ടല്ലോ, അപ്പന്മാർ അവരുടെ സ്വത്തൊക്കെ മക്കൾക്കൊക്കെ വീതം വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങോട്ട് കൊടുക്കും. ഇവിടെ മേത്തുനിന്ന് അങ്ങോട്ട് പോയി പിള്ളേരെ എല്ലാവരും ഭയങ്കര സന്തോഷം. ഈ നമ്മൾ ഉപേക്ഷിക്കുക, നമ്മുടേതായത് നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു വളരെ ശരിയാണോ? അത് അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് ഭയങ്കര സന്തോഷമുള്ളത്. നിനക്കെന്താ? ഞാൻ എൻ്റെ ഭാര്യനെ ഉപേക്ഷിച്ചിട്ട് 10 വർഷമായി. എടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അപരന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുവോ, നിങ്ങൾ പോയി ഇന്ന് രാത്രി ഇരുന്ന് ആലോചിച്ച് നോക്കിക്കോ. അതേ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുള്ളൂ. എടുക്കുന്നവനല്ല, കൊടുക്കുന്നവനാണ് സന്തോഷം. കൊടുക്കുന്നവന്. ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് മനുഷ്യന് എന്താണ് ആവശ്യം എന്നറിയോ? പണമല്ല മനുഷ്യന് ആവശ്യം. ഒരാള് ഒരു ഹോട്ടലിൽ കയറി. ഈ വെളിച്ചമുള്ള ഹോട്ടലുണ്ട്, വെളിച്ചില്ലാത്ത ഹോട്ടലുണ്ട്. ഇയാൾ കയറിയത് വെളിച്ചില്ലാത്ത ഹോട്ടലിലാണ്, 5 സ്റ്റാർ ഹോട്ടലിലാണ്. അവിടെ അധികം വെളിച്ചം കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ വെക്കണ സാധനങ്ങളൊന്നും അയാൾ കണ്ട ആവശ്യമില്ല. തിന്നാൽ പോരെ എനിക്ക് എന്തിനാ വെളിച്ചം? അപ്പം അധികം വെളിച്ചില്ല, ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൽ കൊണ്ടിരുത്തിണ്ട്. അയാളൊരു മൂലയ്ക്ക് ചെന്നിരുന്നു. അവൻ മറ്റേ തൊപ്പി വെച്ചിട്ട് ആൾ വന്നിട്ടു, സർ എന്താ വേണ്ടേ? മെനു കൊടുത്തു. ഇയാൾ നോക്കിയിരുന്നു, വന്ന് സാറേ എന്താ വേണ്ടേ, ഓർഡർ ചെയ്യൂ ഒന്ന്. അപ്പോൾ ഇയാൾ നോക്കിയിട്ട്, സാറ് പറയും എന്താന്ന്. അല്ല, സാറിന് ഇതിലൊന്നുമില്ലേ കഴിക്കാൻ പറ്റിയത്? അല്ല, തനിക്ക് എന്നിട്ട് വേണ്ട, കുറേ നേരം ഇത് നോക്കിയിരിക്കട്ടെ, തനിക്ക് എന്നിട്ട് വേണ്ടേ? തിക്ക് നിൽക്കണ്ടാക്കിയോളൂ. എനിക്ക് 2 കാര്യം മതി. അതാണ് പറയണോ മനുഷ്യൻ, കുറേ നേരം ഇരിക്കണേ മെനു പിടിച്ചിട്ട്. എന്താ വേണ്ട എനിക്ക് 2 നല്ല വാക്കും 1 ഓറഞ്ചും. എന്നിട്ട് 2 നല്ല വാക്കും 1 ഓറഞ്ചും. ഇത്ര വേണ്ട. മനുഷ്യന് ആവശ്യം എന്താണെന്നറിയോ? 2 നല്ല വാക്ക്. കിട്ടുമോ ചേട്ടാ? വീട്ടിലെ കിട്ടുമോ? 2 നല്ല വാക്ക്, 1 ഓറഞ്ച് മതി. 1 ഓറഞ്ചും 2 നല്ല വാക്കും. APJ അബ്ദുൽ കലാം ഉണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സുഹൃത്തായിരുന്നു. 2 ഇഡ്ഡലി, 3 സാമ്പാർ, 1 കട്ടൻ ചായ, ഫിനിഷ്. സുഖാണ് ആൾക്ക്. ഞാൻ ആലോചിക്കാറുണ്ട്, ചിലർക്ക് ഹോട്ടലിൽ വന്നിരുന്നിട്ട് 250, 300, 500 വരെയൊക്കെ ബൊഫെ നിരത്തി സാധനങ്ങൾ ഇരിക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പ് പോയി. അതെടുക്കണ്ട, ഇതെടുക്കണ്ട, എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആകെ കൂടി ഒരു പ്ലേറ്റിൽ ഇത്രേ കഴിച്ചുള്ളൂ. 500 രൂപയും കൊടുത്തിട്ട് പോകുന്നു. ഒരു 4 ഇഡ്ഡലി, 3 സാമ്പാറും ചട്നി കഴിച്ചു നോക്കിയാൽ ഫുള്ളായിട്ട് തുടച്ച് വടിച്ച് കാപ്പി അടിച്ച് പോകുമ്പോൾ ഫുള്ളായി വയറ്. പ്രിയമുള്ളവരെ, കൂടുതലുണ്ടാകുന്നതിലല്ല, ഉള്ളതെല്ലാം പങ്കുവെച്ച് അനുഭവിക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം. സ്നേഹമെന്ന് പറയുന്നത് പങ്കുവെക്കലാണ്. വേൾഡ് കിഡ്നി ഡേ എന്ന് പറയുന്നതൊക്കെ സ്നേഹത്തിൻ്റെ ദിവസമാണ്, പങ്കുവെക്കലാണ്. ആ സ്നേഹത്തെക്കുറിച്ച് കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒരിക്കലേ ഒരു ഹോസ്പിറ്റലിലെ ക്ലിനിക്കിലെ ഒരു വൃദ്ധനായ മനുഷ്യൻ, കാലുമൊരു കെട്ടുണ്ട്. അയാൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് വേഗം ഒന്ന് പോകണം. ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ ഭാര്യ വലിയൊരു ഹോസ്പിറ്റൽ അടുത്തുണ്ട്, അവിടെ അഡ്മിറ്റാണ്. അവൾക്ക് ഞാൻ വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാലിൻ്റെ മുറിവ് വേഗം ഒന്ന് വെച്ച് കെട്ടി തരണം. അപ്പോൾ അയാളുടെ അത് കേട്ടപ്പോൾ ഡോക്ടർ വരൂ എന്ന് പറഞ്ഞ അയാളെ കയറ്റി ഡ്രസ്സിങ് റൂമിൽ കയറ്റി കാലൊക്കെ മുറിവ് വെച്ച് കെട്ടുകയാണ്. ആ സമയത്ത് ചോദിച്ചു, ഭാര്യയ്ക്ക് എന്താ അസുഖം? ഭാര്യയ്ക്ക് കുറേ അസുഖമുണ്ട്, പിന്നെ ആൾക്ക് അൽഷിമേഴ്സാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അൽഷിമേഴ്സ് ഉള്ള ഭാര്യയല്ലേ, ഇപ്പം താൻ ഇത്തിരി നേരം വൈകി ചെന്നതിൻ്റെ പേരിൽ
അവളിതൊന്നും അറിയാൻ പോണില്ലല്ലോ. അപ്പൊ ഇയാളെന്ന് പറഞ്ഞെന്നറിയോ, അവൾക്കല്ലേ അറിയാത്തതുള്ളൂ, എനിക്കറിയാലോ ഞാൻ നേരം വൈകിയവരനെന്ന്. ഇതാണ് പ്രിയമുള്ളവരെ സ്നേഹം. ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. അല്ലാണ്ട് എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്ക്, എന്നെ സ്നേഹിക്ക്. ഇതാണ് ഈ എല്ലാ കുടുംബത്തിലെയും വഴക്കിൻ്റെ കാരണം. എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു. മനുഷ്യ, ഇതല്ല സ്നേഹം. മറ്റുള്ളവരെ മനസ്സിലാക്കണം. അവർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടാവില്ല. അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ അമ്മമാരെ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ പിടിച്ചിട്ട് കൊണ്ട് വരണത്. ആ കുട്ടിക്ക് അമ്മയാണെന്ന് പോലും അറിയില്ല, തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഏത് ജീവിയാണെന്ന് പോലും അറിയില്ല. എങ്കിലോ ആ അമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന വികാരം ഉണ്ടല്ലോ, ആ വികാരത്തിൻ്റെ പേരാണ് പ്രിയമുള്ളവരെ സ്നേഹം. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കയ്യും കാലും അസ്ഥി മജ്ജിൻ വെളുത്ത നിറവും കറുത്ത നിറവും ഈ മാംസമൊന്നല്ല, ഉള്ളിലൊരു മനസ്സുണ്ട്. ആ മനസ്സാണ് മനുഷ്യൻ. അതാണ് കേടാക്കാണ്ട് നോക്കേണ്ടത്. ശരീരം കേടായതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട. ശരീരം എന്തായാലും കേടാവും, ഉറപ്പായിട്ടും കേടാവും. മനസ്സാണ് കേടാവേണ്ടത് നോക്കണത്. ഒരിക്കലൊരു പ്രസംഗം നടക്കുന്നതിനിടയിൽ അവിടെ ഒരു ധ്യാനം നടക്കണം. പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചേച്ചി അവിടെ വന്നിരിക്കണം. നോക്കുമ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. വലിയ തല, ഇത്ര നീളമുള്ള കൈ, ഇത്ര നീളമുള്ള കാല്. ആ കുട്ടീനെ താങ്ങി പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചിയെ, പ്രാർത്ഥിക്കാനാണോ അച്ചോ? ഞാൻ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ? അല്ല. പിന്നെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അച്ചോ. ചേച്ചിക്ക് എന്താ അസുഖം? എനിക്ക് അസുഖമൊന്നുമില്ല. അപ്പൊ പിന്നെന്തൊട്ടിയെ പ്രാർത്ഥിക്കണം എന്ന് പറയണേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ചോ. എന്തിനാ? ഈ കുട്ടീനെ വല്ലോടത്തും ഉപേക്ഷിച്ച് പോകാൻ തോന്നാണ്ടിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 16 വയസ്സായ കുട്ടിയത്, ഒറ്റ കുട്ടി ഉണ്ടായിട്ടുള്ളൂ. കഥയല്ലാട്ട് അച്ഛൻ പറയണതെന്നു. ഇങ്ങനെ ഒരു കുട്ടീനെ പ്രസവിച്ചപ്പോ ഭർത്താവ് അവൾ ഉപേക്ഷിച്ച് പോയത്. എന്തുട്ട് കുട്ടീനെ നീ പ്രസവിച്ചിരിക്കണത്? ഉണ്ട് വീടുകളില് കറുത്ത കുട്ടി, വെളുത്ത കുട്ടി, ബുദ്ധിയില്ലാത്ത കുട്ടി. ഭർത്താവ് പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട, ഈ കുട്ടീനെയും വേണ്ട, ഉപേക്ഷിച്ചു പോയി. അയാൾ എന്താ അയാളുടെ ഉള്ളിലുള്ളത്? ഈ സ്ത്രീ ഈ കുട്ടീനെ കൊണ്ട് ഒരു സിറിഞ്ചില് ചെറിയ ട്യൂബ് മൂക്കിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറുക്ക് ഇങ്ങനെ അമർത്തി കയറ്റ വയറുള്ളി ഇങ്ങനെ കൊടുക്കാനായിട്ട്. സ്നേഹം അതിനേക്കാൾ വലുതൊന്നും പണത്തിന് കഴിയില്ല കേട്ടോ, സൗന്ദര്യത്തിന് കഴിയില്ല കേട്ടോ, ഈ ലോകത്തിലൊരു സുഖത്തിനും കഴിയില്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു സുദിനമായി ഈ വേൾഡ് കിഡ്നിയുടെ തീരട്ടെ. തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അല്പം കൂടെ സ്നേഹത്തിൽ, മയത്തിൽ നിങ്ങളുടെയൊക്കെ ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും കണ്ടുമുട്ടുന്നവരോടും ജീവിതം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവരുടെയും സ്നേഹ ആശീർവാദത്തോടെ ഈ നല്ല ദിനം ഇനാഗ്രേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ഫാദറിൻ്റെ ഈ ഒരു ടോക്ക് കഴിയരുതേ എന്നായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത്രയും വലിയ ആശയങ്ങൾ, സ്നേഹം, കമ്പാഷൻ, ഈ ആശയങ്ങൾ ഇത്രയും